ഞങ്ങളെക്കാൾ കഴിഞ്ഞ അഹമ്മദാബാദ് കേരള സമാജത്തിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. നാട്ടിൽ നിന്നും രഞ്ജിതയുടെ റിലേറ്റീവ്സ് വരുന്നുണ്ട്. അവർ ഏകദേശം ഇന്ന് വൈകിട്ട് വരും. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ അന്നേരം മുതൽ അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും അഹമ്മദാബാദ് കേരള സമാജത്തിൻ്റെ കയ്യിൽ നിന്നും ഉണ്ടായിരിക്കുന്നതാണ്. അത് പറഞ്ഞിട്ടുണ്ട് അവർക്ക്. ഞങ്ങളെല്ലാവരും ഒപ്പം ഉണ്ടായിരിക്കും. അഹമ്മദാബാദിൽ വിമാനാപകടം നടന്ന സ്ഥലത്താണ്. ഇവിടെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കടക്കം നേതൃത്വം നൽകുന്ന അഹമ്മദാബാദിലെ കേരള സമാജ അംഗങ്ങൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ആ പ്രസിഡന്റാണ് ചേരുന്നത്. എൻ്റെ പേരെങ്ങനെയാണ്? സി ഗിരീശൻ. എങ്ങനെയാണ് ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അപകടം നടന്നത്? എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അപകട വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ എല്ലാവരും തന്നെ ഒരു 12 കിലോമീറ്റർ ദൂരത്താണ് താമസിക്കുന്നത്. എങ്കിൽ തന്നെയും ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളിവിടെ ഹോസ്പിറ്റലിലെത്തി. കാരണം ഹോസ്പിറ്റലിൽ എത്താനുള്ള പ്രധാന കാരണം നമ്മുടെ ഇവിടെ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ഡോക്ടർമാരും അതുപോലെ തന്നെ സ്റ്റുഡൻസും ഒക്കെ മലയാളികൾ പലരും ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുപോലെ തന്നെ ഈ പ്ലെയിൻ വന്ന് വീണ ഹോസ്റ്റൽ ഈ ഹോസ്റ്റലിലല്ല അവരുണ്ടായിരുന്നത്, പക്ഷേ തൊട്ടടുത്തുള്ള ഹോസ്റ്റലുകളിലൊക്കെ മലയാളികളൊക്കെ ഉള്ളവരെ ഞങ്ങൾക്കറിയാം. മലയാളികളെല്ലാം എല്ലാവരും സുരക്ഷിതരാണ്. ഇന്നലെ തന്നെ ഞങ്ങളുടെ കയ്യിലുള്ള നമ്പറുകളെല്ലാമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു. അവരെല്ലാം ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയിലാണ്. ഇന്നലെയും അതുപോലെ ഇന്ന് രാവിലെയും സംസാരിച്ചു. അവരെല്ലാം സുരക്ഷിതരാണ്. മലയാളികൾക്ക് നമ്മുടെ ആ ഒരു കേരളത്തിൽ പത്തനംതിട്ടയിൽ നിന്നുള്ള രഞ്ജിത നായർ മാത്രമാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്, വേറെ ആർക്കും. അത് തന്നെ ഇന്നലെ ഞങ്ങൾക്ക് വൈകിട്ട് ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ആൾക്കാരുടെ ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ മനസ്സിലായി ഇത് മലയാളിയാണെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന ഉടൻ തന്നെ ഞങ്ങൾ അതേപ്പറ്റി അന്വേഷിച്ചു. അപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഫ്ലൈറ്റിലുണ്ടായിരുന്ന എല്ലാ പാസഞ്ചേഴ്സും മരണമടഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ രാത്രി 10 മണി വരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു എണ്ണപ്പെട്ട ഹോസ്പിറ്റലുകളിലൊന്നാണ് അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റൽ. അതിൻ്റെ തൊട്ടടുത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് തന്നെ. ഹോസ്പിറ്റലിൻ്റെ ക്യാമ്പസിലല്ല, അതിൻ്റെ കുറച്ച് പ്രവർത്തനം എങ്ങനെ ഇപ്പം മൃതദേഹങ്ങളൊക്കെ വിട്ടുകൊടുത്ത് തുടങ്ങിയത്? ഒരു DNA ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളവരുടേത് വിട്ടുകൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ പോസ്റ്റ്മോർട്ടം റൂമിൻ്റെ ഫ്രണ്ടിൽ അവിടെ ഒരു കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ അടുത്ത് കംപ്ലീറ്റ് ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സിൻ്റെ എല്ലാ ലിസ്റ്റ് അടക്കം അവർ വെക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് ഈ മലയാളിയുടെ പേര് പറഞ്ഞ ഉടൻ തന്നെ പറഞ്ഞു ഇവിടെയുണ്ട്, ബോഡിയുണ്ട്. അവരുടെ റിലേറ്റീവ്സ് നാട്ടിൽ നിന്ന് വരേണ്ടി വരും. അവരുടെ DNA ടെസ്റ്റ് നടത്തണം. DNA ടെസ്റ്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം ബോഡി വിട്ടുകൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് അറിയുക. അപ്പോൾ ആ വിവരം നമ്മൾ അറിയിച്ചിട്ടുണ്ട് അവരെ. അപ്പോൾ ഇന്ന് രാവിലെ രഞ്ജിതയുടെ ബ്രദറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ കളക്ടർ ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ വാങ്ങിയിട്ട് ആ ലെറ്ററുമായിട്ട് അവർ വരുന്നുണ്ട്. അപ്പോൾ അവരിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് DNA ടെസ്റ്റ് കഴിഞ്ഞ് ബോഡി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള അതുവരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ അഹമ്മദാബാദ് കേരള സമാജത്തിൻ്റെ പ്രവർത്തകർ. ഭയാനകമായ ഒരു അപകടം ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. എങ്ങനെയാണ്? വളരെ ഭയാനകമായ ഒരു അപകടമാണ്. ഏകദേശം 240 ആൾക്കാരോളം മരിച്ചിരിക്കുന്നു. അത് ഞങ്ങൾക്കെല്ലാം വളരെ ഷോക്കിംഗ് ന്യൂസായിരുന്നു. കാരണം നമ്മുടെ അടുത്ത് തന്നെ ഇന്ത്യക്ക് വെളിയിൽ പല അപകടങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ അഹമ്മദാബാദിൽ തന്നെ ഇങ്ങനൊരു അപകടം എന്ന് കേട്ടപ്പോൾ നമുക്ക് വളരെയധികം ഷോക്കിംഗ് ആയിപ്പോയി. 1988 ഇതുപോലൊരു അപകടം ഇവിടെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഡൊമസ്റ്റിക്കിലായിരുന്നു. അന്ന് ഇത്രയും ആൾക്കാരൊന്നും മരണപ്പെട്ടിട്ടില്ല, വളരെ കുറച്ചേ മരണപ്പെട്ടുള്ളൂ. പക്ഷേ അത് ഫ്ലൈറ്റിലുണ്ടായിരുന്ന സകലമായ ആൾക്കാരും ക്രൂ സഹിതം കംപ്ലീറ്റ് ആൾക്കാരും മരണപ്പെട്ടു എന്നുള്ളതിൽ വളരെയധികം ദുഃഖമുണ്ട്. ഞങ്ങളെക്കാൾ കഴിഞ്ഞ അഹമ്മദാബാദ് കേരള സമാജത്തിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. നാട്ടിൽ നിന്നും രഞ്ജിതയുടെ റിലേറ്റീവ്സ് വരുന്നുണ്ട്. അവർ ഏകദേശം ഇന്ന് വൈകിട്ട് വരും. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ അന്നേരം മുതൽ അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും അഹമ്മദാബാദ് കേരള സമാജത്തിൻ്റെ കയ്യിൽ നിന്നും ഉണ്ടായിരിക്കുന്നതാണ്. അത് പറഞ്ഞിട്ടുണ്ട് അവർക്ക്. ഞങ്ങളെല്ലാവരും ഒപ്പം ഉണ്ടായിരിക്കും. എന്തായാലും ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ ഉണ്ടായത്. എന്തായാലും അവർക്ക് ഇതിൽ പരിക്കേറ്റ് ഉള്ളവർക്കുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കെല്ലാം പൂർണ്ണ പിന്തുണയുമായി മലയാളികൾ അഹമ്മദാബാദിൽ സജീവമായി തന്നെയാണ് ഇപ്പോൾ രംഗത്തുള്ളത്. അഹമ്മദാബാദിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം അരവിന്ദ് PR, മീഡിയ 1.